ഇപ്പൊ ഇങ്ങനെ ഫ്രഷേഴ്സിന്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെ, അവര് കമ്മിറ്റ്മെന്റ് ഇല്ല, പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ബിസിനസ് ഓണേഴ്സ് പുതിയ ആളുകളെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു പുതിയ ആളെ എടുക്കേണ്ട സമയത്ത് എങ്ങനെയാണ് കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളെ തിരിച്ചറിയാൻ ഉള്ള ഒരു വല്ല ഐഡിയാസും ഉണ്ടോ? ഒന്നത്. രണ്ട്, എങ്ങനെ ഇനി എന്ത് വന്നാലും, അതായത് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, അതിലെന്തെങ്കിലും ചില സ്ട്രാറ്റജീസ് ഉണ്ടോ? ഹനീഫിക്ക, നമുക്ക് ഒരാളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാൻ നമുക്ക് ഡയറക്റ്റ് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പോഴത്തെ കാലത്ത് സൂം ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരിക്കലും അത് സൂം ഇന്റർവ്യൂയിലൂടെ ഒന്നും ഒരു പരിധി വരെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ അവരെ നേരിട്ട് കാണുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ നമ്മളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഇന്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട, ഒരാൾ അവരെ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് വേ ആണത്. അപ്പോൾ ഉള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് അവരൊരു ഇന്റർവ്യൂ പ്രസന്റ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾ തുടക്കത്തിൽ അവരുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. അവിടെയാണ് ഓവർ എക്സ്പെക്ട് ചെയ്യരുത്. നമുക്ക് അത് എക്സ്പെക്ട് ചെയ്താൽ അതാണ് ഏറ്റവും മാക്സിമം. ഓക്കെ, അവരൊരു ഓഫീസിലോട്ട് വരുന്നു, അവരെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. നമുക്ക് അവരുടെ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളുകൾക്ക് കമ്മിറ്റ്മെന്റ് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജീസ് നമുക്ക് കൊടുക്കാൻ കഴിയും. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിസിനസ് എന്ന് പറയുന്നത് നമ്മളല്ല, നമ്മളുടെ ഒരു കുഞ്ഞിനെ പോലെയാണ്, അല്ലെങ്കിൽ മറ്റൊരു എൻറ്റിറ്റിയാണ്. അവിടെ ലോസ് വരുന്ന ഒന്നും തന്നെ നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റാവുന്നത് അവരുടെ പ്രസൻസ് ജസ്റ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ. അവരുടെ പ്രസൻസ്, ഇപ്പോൾ ഒരു ഫ്രഷർ എടുക്കുകയാണ്, നമുക്ക് ഒരുപാട് മെക്കാനിക്കൽ ജോബ്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഇറ്റ്സെൽഫ് അവർക്ക് എല്ലാവിധ ട്രെയിനിങ് എല്ലാം കൊടുത്തുകൊണ്ട് നാളെ പെട്ടെന്ന് ഒരു റോക്ക് സ്റ്റാർ ആക്കാം എന്നുള്ള ആശയം മാറ്റി നിർത്തി അവരെ കൊണ്ട് ഒരു 80-20 പ്രിൻസിപ്പിളിൽ 80% നമ്മൾ റൂട്ടീൻ ആയിട്ടുള്ള വർക്ക്സ് ചെയ്യുകയും അവർ ഫെമിലിയർ ആണോ. അപ്പൊ അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ചില ഭാരങ്ങൾ അവർക്ക് എടുക്കാൻ കഴിയും. അത്തരത്തിലൊരു 80% കൊണ്ടുവരികയും 20% നമ്മൾ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. 20% ഇൻവെസ്റ്റ് ചെയ്യാവും, അവർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. 80% കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് മാത്രമേ നമുക്ക് അവിടെ ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ലൊരു സ്ട്രാറ്റജി ചെയ്യാം ചെയ്യുന്നതിൽ. അതേപോലെ തന്നെ നമുക്കൊരു ചെറിയ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെ ആളുകൾ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാലോ. അവിടെ നമുക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ആ ചോദ്യങ്ങൾ അവർ ഇങ്ങനെ ആൻസർ ചെയ്താൽ എന്തൊക്കെയാണ് മനസ്സിലാക്കി, ഇങ്ങനെ വല്ല ചോദ്യങ്ങളുണ്ടോ? നമുക്ക് ഒരുപാട്, നമ്മൾ ഒരു ഫ്രഷർ എടുക്കുന്ന സമയത്ത് നമ്മൾ നോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ചോദിക്കാറുണ്ട്. അവരൊരു ജോലിയിൽ കയറിയാൽ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരങ്ങൾ നമുക്ക് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല, കാരണം അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അവർ അതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾക്ക് സ്പോർട്സിൽ താല്പര്യമുണ്ടോ? ഉണ്ട്. സ്പോർട്സിൽ നിങ്ങൾ ഏതാണ് ഗെയിംസ് കളിക്കുന്നത്, അല്ലെങ്കിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്താണ് കളിക്കുന്നത്? ഫുട്ബോൾ ആണ് കളിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈസ് എ ടീം പ്ലെയർ. ഞാൻ ചെസ് ആണ് കളിക്കുന്നത്, ഈസ് ആൻ ഇൻഡിവിജ്വൽ പ്ലെയർ. ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഒരുപാട് നിങ്ങൾ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് ഡാൻസ് കോമ്പറ്റീഷൻ, കമ്പൈൻഡ് ആയിട്ടുള്ള നാടകത്തിലുണ്ട്. ഇതൊക്കെ ചോദിക്കുമ്പോൾ ടീം പ്ലെയേഴ്സ് ആയിട്ട് അവർ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അവരുടെ അതുവരെയുള്ള അവരുടെ അധ്യയന വർഷത്തിലെ പല ചോദ്യങ്ങൾ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ കഴിയും. ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉണ്ടോ, എങ്ങനെ ചെക്ക് ചെയ്യാം? നിങ്ങൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ പ്രൊജക്ട് ആണ് ഗ്രൂപ്പ് പ്രൊജക്ട്. ആരാണ് ടീമിൽ ലീഡ് ചെയ്തിരിക്കുന്നത്? ഞാനല്ല, ഇന്നയാളാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വെൽ ഡൺ, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? അയാളും നിങ്ങളും തമ്മിൽ വ്യത്യാസം എന്താണ് ചോദിക്കാം നമുക്ക്. അപ്പൊ ചോദ്യത്തിനൊക്കെയുള്ള ആൻസറുകളിൽ നിന്ന് നമ്മൾ അവരെ വായിച്ചെടുക്കണം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൈസ സേവ് ചെയ്യുന്ന ആളാണോ, അപ്പൊ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അവര് NSS പോലുള്ള ക്യാമ്പ്സിൽ അവർ ആക്റ്റീവ് ആണോ? അതൊരു എഡ്യൂക്കേഷൻ സാഹചര്യം എന്നതിനേക്കാൾ ഉപരി ഇവരുടെ ഭാഗത്ത് നിന്ന് ഇനീഷ്യേറ്റീവ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ കമ്പയർ ചെയ്ത് എടുക്കാന്നല്ലാതെ അവർക്കൊരു വർക്ക് ഹിസ്റ്ററി ഇല്ല. ഫ്രഷർ എടുക്കുമ്പോൾ നമുക്ക് ഒരു വർക്ക് ഹിസ്റ്ററി ഇല്ല. നമുക്ക് ശരിക്കും ഫ്രഷറെ എടുക്കുമ്പോൾ അവരുടെ ഫാമിലി കാര്യങ്ങൾ വരെ ചോദിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഫാമിലിയിൽ അത്ര പേരുണ്ട്, അവരൊക്കെ എന്താ വർക്ക് ചെയ്യുന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാൽ ഇപ്പൊ ക്യാഷുമായി കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് നമുക്ക് ക്യാഷ്യറിന്റെ ഒക്കെ ഒരു ജോലി കൊടുക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ വലിയ എമൗണ്ട് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവരാകെ അത് ചില ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ശൈശവത്തിൽ, ബിസിനസ് ശൈശവത്തില് എന്റെ അക്കൗണ്ടന്റ്, ഓബിയസ്ലി ഞങ്ങളും സ്റ്റാർട്ടിംഗ് ആണ്, ഈ അക്കൗണ്ടന്റ് സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ കാശ് കൊടുത്തു, അദ്ദേഹത്തിന് കൈ വിറക്കിയായിരുന്നു. കാരണം അത്രയും പൈസ അതുവരെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അയാൾ റോങ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ എന്നല്ല, അദ്ദേഹത്തിന് ഇത്ര വലിയൊരു എമൗണ്ടിൽ ഒരു ക്ലോസിംഗ് ചെയ്യാൻ പ്രയാസം ഉണ്ടായിരിക്കും. നമ്മൾ വായിച്ചെടുക്കുക, ഇതൊക്കെ നമ്മൾ വായിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ അനുഭവ സമ്പത്ത് വെച്ചിട്ട് നമ്മൾ വായിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അതെ.
അപ്പൊ ഇത്തരത്തിൽ അവരുടെ ഫാമിലിയിൽ എത്ര പേര് എങ്ങനെയുണ്ട്, അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഈ ഇന്റർവ്യൂ സെഷനുകളിലാവാം. ഇനി എന്തെങ്കിലും അവരുടെ കമ്മിറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ? നമുക്ക് കമ്മിറ്റ്മെന്റ് അളക്കുന്നതിനേക്കാളും ഇനി അളക്കേണ്ട കാര്യങ്ങളുണ്ട്. സൈക്കോമെട്രിക് ഇവാലുവേഷൻ ഉണ്ട്. ഒരാൾ നമ്മളോട് കള്ളം പറഞ്ഞാലും അത് ശരിയാണോ തെറ്റാണോ എന്നറിയുന്ന പല തരത്തിലുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഡോപ്പ് ബേർഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ പലതും നമുക്ക് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈവൻ നമ്മളുടെ മുന്നിൽ കള്ളമാണ് പറയുന്നതെങ്കിലും അവരുടെ ക്യാരക്ടർ ഏത് രീതിയിലാണെന്നുള്ളത് വായിച്ചെടുക്കാനുള്ള ഇൻഫർമേഷൻ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ്. രണ്ട് ടെസ്റ്റുകൾ പറഞ്ഞല്ലോ. രണ്ടല്ല, ഒരുപാട് ടെസ്റ്റുകൾ ഒരുപാടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മളെ ഏകദേശം ബിസിനസ്സുകാരന്മാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന 1-2 ടെസ്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സൈക്കോമെട്രിക് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റാവുന്നത് ഡോപ്പ് ബേർഡ് പേഴ്സണാലിറ്റി ടെസ്റ്റിലൂടെയാണ്. ഡോപ്പ് എന്ന് പറയുന്നത് DOPE, നിങ്ങൾ ഏത് തരത്തിലുള്ള ക്യാരക്ടറാണ് എന്ന് നമുക്ക് കാണിച്ചിരുന്ന സൈക്കോമെട്രിക് ടെസ്റ്റ് ആണത്. ഡവ്, ഓൾ, പീകോക്ക്, അതുപോലെ തന്നെ ഈഗിൾ, ഇങ്ങനെ 4 ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഇവരെ വിശകലനം ചെയ്യാം. മൊത്തം പേഴ്സണാലിറ്റി ഏതൊരു വ്യക്തിയെയും മൊത്തം പേഴ്സണാലിറ്റിയെ 4 ബേർഡുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം. അതെ, ഒരു 20ഓളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഹോണസ്റ്റ്ലി അല്ലെങ്കിൽ ആ പറയുന്ന മെത്തേഡ്സിൽ അത് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് കിട്ടും. നമുക്ക് അവരെ ഒരു പരിധി വരെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ കുറച്ചും ഒന്നും കൂടെ പറയാം, നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഡോപ്പ് ബേർഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അതിനാ ഈ ഡോപ്പ് എന്താണ് ഉദ്ദേശിച്ചത്? ഡവ് എന്ന് പറയുന്നത് മാടപ്രാവ് എന്നുള്ളതാണ്. മാടപ്രാവിന്റെ ക്യാരക്ടറുള്ള, അതായത് ഒരാളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ 4ന്റെയും കോമ്പിനേഷൻ ആണ് ഉണ്ടാവുക. അപ്പോ ഉദാഹരണത്തിന് എന്റെ ഡോപ്പ് ബേർഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ എനിക്ക് എന്റെ കൂടുതൽ പെർസെന്റേജ് ഈഗിൾ എന്ന് പറയുന്ന ക്യാരക്ടറിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഔൾ ക്യാരക്ടറാണ്. പിന്നെ വരുന്നത് പീകോക്ക് ആയിരുന്നു. ഡോപ്പിലെ പീകോക്ക് ആയിരുന്നു. അതിനുശേഷം ഡവ് ആയിരുന്നു. അപ്പം ഇങ്ങനെയാണ് ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ തന്നെ എടുത്തിട്ട് തന്നെ ഈ 4 ക്യാരക്ടറിനെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ഈഗിൾ എന്ന് പറയുന്നത് ഒരു മുകളിൽ നിന്ന് നോക്കി കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ആള്. ഒരു ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്യാരക്ടറാണ് ഈഗിൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വരുന്ന അപകടങ്ങളായാലും വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആയാലും അതെ എന്തും അതിനെ നേരിടാൻ കഴിവുള്ള മുകളിൽ നിന്ന് കണ്ടുകൊണ്ട് അതിന് നേരിടുന്ന ആള് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഈഗിളിന്റെ മുകളിൽ നിന്ന് പറന്ന് താഴെ ഇറങ്ങി പ്രശ്നങ്ങൾ തീർത്ത് വീണ്ടും മുകളിലേക്ക് തന്നെ പോയി നിന്ന്. അതെ, ഈഗിളിന്റെ അതേ ക്യാരക്ടർ, ഈഗിളിന്റെ ഒരു ക്യാരക്ടർ എന്നാണ് നമ്മൾ പറയാം. ബിസിനസ്മാൻ വേണ്ട പേഴ്സണാലിറ്റി അതാണ് മേജർ ആയിട്ട് നിൽക്കേണ്ട ഒരു പേഴ്സണാലിറ്റി. അവര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും, അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കും. അതുപോലെ തന്നെ പല പോസിറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാണുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം അതിൽ ഈ ഒരു സൈക്കോമെട്രിക് ഇവാലുവേഷൻ അല്ലെങ്കിൽ ടെസ്റ്റിൽ പറയുന്നുണ്ട് എന്താണ് അവരുടെ പോസിറ്റീവ്സ്, എന്തൊക്കെയായിരിക്കും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ അടുത്തതെന്ന് പറയുന്നത് ഡോപ്പിലെ DOP പീകോക്ക് എന്ന് പറഞ്ഞാൽ മയിൽ എന്താണ് ചെയ്യുന്നത്? മയിൽ നൃത്തം വെക്കുന്നു, ആടുന്നു, അല്ലെ? ആടുന്നു എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിൽ കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആരാന്നറിയാമോ? സെയിൽസ് ടീം. അവരെപ്പോഴും കസ്റ്റമറെ ഹാപ്പിയാക്കി നിർത്താനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം സെയിൽസിന്റെ ആ ത്വരയുള്ള ആളുകൾക്ക്, ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോപ്പ് ബേർഡ് ടെസ്റ്റ് അയാളുടെ മേജർ ആയിട്ടുള്ള പോർഷൻ ഡോപ്പില് പീകോക്ക്. ഞാനിങ്ങനെ എപ്പോഴും നോക്കാറുണ്ട് ഈ മയിലുണ്ടല്ലോ, അതിന്റെ ഒന്നും പുറത്ത് കാണാത്തില്ല. ആള് വിരുത്തിയാടല്ലേ? അതെ, നമ്മളെ സെയിൽസ്മാൻമാർ എന്ന് ഇതുപോലെ എല്ലാ കാര്യവും പുറത്ത് വിരുത്തിയാടുമ്പോഴേ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റൂ. തീർച്ചയായിട്ടും. പിന്നെ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്സ്, ഇവരൊക്കെയും നമ്മളാണ് തീരുമാനിക്കുന്നത്. കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവിന് ഒരാൾ എടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണ് അയാൾക്ക് കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, ഹാപ്പി ആക്കി നിർത്താൻ കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്ത് വേണം? ഡോപ്പ് ബേർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അയാൾക്ക് ക്രൈറ്റീരിയ ഇടേണ്ട ഇയാളുടെ മേജറായിട്ട് നിൽക്കേണ്ട ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് പീകോക്കിന്റെ ആയിരിക്കണം. അത് പീകോക്കിന്റെ അല്ലാതെ ഈഗിളിന്റെ ആയി നിന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റു ചില റിസൾട്ട്സ് ആണ് ഉണ്ടാവുക. HR പോലത്തെവർക്കൊക്കെ പീകോക്ക് ആണോ അതോ ഡോവ് ആണോ? അത് നമ്മൾ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ നോർമലി HR എന്ന് പറയുന്നത് ഒരാളെ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും മാനേജ്മെന്റിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുകയും അവരുടെ മറ്റ് അപ്രൈസൽ പോലുള്ള കാര്യങ്ങൾ ഇത് ചെയ്യും. അവർക്കൊരു പ്രോബ്ലം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നോർമലി ഡവിന്റെ ക്യാരക്ടറാണ് നമ്മൾ HR-നെ നമ്മൾ പ്രിഫർ ചെയ്യാറ്. കാരണം അവർ മറ്റുള്ളവരെ കെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. HR-ന് വേണ്ടത് ഡവ് ആണോ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ക്യാരക്ടറാണോ? അതായത് നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ മോഹൻലാൽ കണ്ടില്ലേ, എന്ത് പ്രശ്നം വന്നാലും മറ്റുള്ളവരെ കെയർ ചെയ്തിട്ട് ബാക്കിയുള്ള സ്വന്തം കാര്യം പോലും എടുക്കുള്ളൂ. ഇതാണ് ഒരു ഡവ് ക്യാരക്ടർ, മാടപ്രാവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം HR-ലെ ചില HR-ന്റെ ഉള്ളിൽ തന്നെ ചില ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ നമ്മൾ അവരെ കെയർ ചെയ്യേണ്ടതുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്ലോയ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മാടപ്രാവിന്റെ ക്യാരക്ടറാണ്. കാരണം അവരുടെ
ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ എപ്പോഴും കെയർ ചെയ്യുക, അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതേസമയം നമുക്ക് HR തന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ നമ്മൾ പലപ്പോഴും പീകോക്കിൻ്റെ ക്യാരക്ടറുള്ള ആളുകളെ നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്ന എൻട്രി ലെവലിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ദ കാൻഡിഡേറ്റ്സ്. ഒരു പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ നമ്മളൊരു ഇന്റർവ്യൂവിന് വേണ്ടി അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യണം. അപ്പോൾ അവരുടെ ലക്ഷ്യം റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആളുകൾ, നമ്മളെപ്പോഴും തെറ്റായിട്ട് എടുക്കാറുണ്ട് റിക്രൂട്ട്മെന്റും സെലക്ഷൻ പ്രോസസ്സും. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഐഡന്റിഫൈയിങ് ദ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ജോലി. അവർ HR ആണ്, പക്ഷേ ലിറ്ററലി അവരെന്താ ചെയ്യുന്നത്, ഒരു തരം മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അട്രാക്ട് ചെയ്യണം. അതെ. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ തന്നെയും നമ്മുടെ കസ്റ്റമേഴ്സ്, ശരിക്കും ബിസിനസ്മാന്റെ കസ്റ്റമേഴ്സ് അവരുടെ എംപ്ലോയീസ് ആണല്ലോ, അല്ലെങ്കിൽ ടീമാണ്. ആ ടീമിനെ ശരിക്കും നല്ല ടീമിനെ തെരഞ്ഞെടുക്കുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ നെക്സ്റ്റ് ഒന്ന്, അപ്പൊ അവരെ നമ്മൾ പീകോക്ക് ആ തരത്തിൽ നോക്കുമ്പോൾ അവർക്ക് മെജോറിറ്റി പീകോക്ക് ഉള്ള ആളുകളെയാണ് പീകോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഇപ്പൊ പീകോക്കിനെ നമ്മൾ പറഞ്ഞു, ഈഗിളിനെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് ഇനി ഔൾ ക്യാരക്ടറുള്ള ആളുകൾ. നമ്മള് ഔൾ ക്യാരക്ടറുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, ഔൾ എന്ന് പറഞ്ഞാൽ മൂങ്ങ എപ്പോഴാണ് കണ്ണു തുറക്കുന്നത്, കണ്ണു കാണുന്നതൊക്കെ രാത്രിയാണ്. സമയനിബന്ധിതമായി എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അവർക്ക് സമയമുണ്ട്, അവർ പെർഫെക്ഷനിസ്റ്റ് ആണ്. ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ആളുകൾ പ്രിഫർ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിലാണ്. അതായത് കൃത്യമായി വരിക, കൃത്യമായി പറഞ്ഞ പണി ചെയ്യാം, കൂടുതലൊന്നും ചെയ്യില്ല. അങ്ങനെ കൂടുതലൊന്നും ചെയ്യില്ല എന്നതിനേക്കാൾ ഉപരി അവർക്കെല്ലാം കണക്ക് പ്രകാരം കറക്റ്റ് ആയിരിക്കണം. അവർ കണക്കല്ലെങ്കിൽ ചോദിക്കും കാര്യങ്ങൾ എന്താ, അങ്ങനെ അവരൊരു കൃത്യമായിരിക്കും, എല്ലാം കൃത്യമായിണ്ടാവില്ല, കുറവുണ്ട്. അതെ, ഓവർ ഉണ്ടാവില്ല, കുറവുണ്ടാവില്ല, കൂടുതൽ സംസാരിക്കില്ല. അവര് ഡെസ്ക്ടോപ്പ് ജോബ് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. മറ്റുള്ളവരുമായിട്ട് വല്ലാതെ ഇണങ്ങി ടോക്കറ്റീവ് അല്ല, പകരം അവരെല്ലാം മാത്തമാറ്റിക്സ് കണക്ക് പ്രകാരമുള്ള കാര്യങ്ങളിലാണ്. വൃത്തി കാര്യങ്ങളൊക്കെ എല്ലാം വൃത്തി അവരെല്ലാം അടുക്കി പെറുക്കി വെക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഹോൾ ക്യാരക്ടറിൽ നമ്മൾ എടുത്ത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4 ക്യാരക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ആ ഈ ഡോപ്പ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഒരാളുടെ മെജോറിറ്റി ആയിട്ടുള്ള ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് ചില ആളുകളുണ്ട്, ബിരുദരുണ്ട്, ഇതിനെല്ലാം ബൈപ്പാസ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു 20 ചോദ്യങ്ങളോളം ഉള്ളതാണല്ലോ. അപ്പൊ അതിൽ ബൈപ്പാസ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു 70% നമുക്ക് അതിനെ ഒരാളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോപ്പ് ബേർഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം.